ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് സാന്റോറിനിലോട്ട് പോവുകയാണ്. എഗിയാൻ എയർലൈൻസ് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്രാങ്ക്ഫർട്ട് ടു ഏതൻസ്, ദെൻ ഏതൻസ് ടു ഫിറയിലാണ് നമ്മുടെ എയർപോർട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും സെറ്റാണ്. സോ നമ്മളങ്ങനെ ഏതൻസിലെത്തി. ഏതൻസിൽ നിന്ന് വീണ്ടും എഗിയാൻ്റെ അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഫിറയിലോട്ട് പോവുകയാണ്. സോ ഇതാണ് ഫ്രം ദ ഫ്ലൈറ്റ് വ്യൂ. താഴെ കാണുന്ന സീയാണ് എഗിയാൻ സീ. അങ്ങനെ നമ്മളെത്തി. അപ്പോൾ നമ്മുടെ സ്റ്റേ വന്നിട്ട് ഇയ എന്ന ഒരു ടൗണിലാണ്. എല്ലാം സാന്റോറിനി തന്നെ. അപ്പോൾ ഇയയിലാണ് നമ്മുടെ താമസം. അപ്പോൾ നമ്മൾ താഴെ ആണ് നമ്മുടെ കേവ് ഹൗസ്. ഇത് നോട്ട് ഓർഡിനറി ഹോട്ടൽ, ഇറ്റ്സ് എ കേവ് ഹൗസ്. അപ്പം ഇതാണ് നമ്മുടെ ഫ്രം ദ കേവ് ഹൗസ് വ്യൂ. കാൽഡേറ വ്യൂ ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ ബ്ലൂ ഡോംസ് ആണ്, ബട്ട് നോട്ട് ദ ഐക്കോണിക് 3 ബ്ലൂ ഡോംസ്. ഇത് വേറൊരു ബ്ലൂ ഡോം. അങ്ങനെ നമുക്കിവിടെ ഒരു ജക്കൂസി ഉണ്ട്. വേണമെങ്കിൽ ഒരു കോഫി ആയിട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യാം ഈ വ്യൂ ആസ്വദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ജക്കൂസി നമുക്ക് 2 ബെഡ്റൂം ആയിട്ടുള്ള കേവ് ഹൗസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ടി വി ഉണ്ട്, സ്മാർട്ട് ടി വിയാണ്, നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു സ്മോൾ കിച്ചൺ ഉണ്ട്. ആ കാണുന്ന ഡോറാണ് കിച്ചൺ. നമുക്ക് കോഫിയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് നമ്മളൊരു കോട്ടന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ റൂം ടൂർ. അങ്ങനെ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ ബെഡ്റൂം കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് ഇതിൻ്റെ ബെഡിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമുക്ക് ടോയ്ലറ്റും ആൻഡ് ബാത്റൂമും ഉള്ളത്. അത് ഓപ്പൺ ടോയ്ലറ്റാണ്. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടില്ല, ബട്ട് ബാത്റൂം യൂസ് ചെയ്തിരുന്നു. വെള്ളമൊന്നും നമുക്ക് പുറത്തൊന്നും വന്നൊന്നുമില്ല. ഈവൻ ദോ ഇറ്റ്സ് ഓപ്പൺ. നമുക്കിവിടെ ചാർജിങ് പോയിൻറ്റ്സും വായിക്കാൻ ബുക്സും അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാത്റൂം. നമുക്കെല്ലാം ഇവിടെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എത്തി. സോ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് കിച്ചണിലൊരു എക്സ്പ്രസ്സോ കോഫി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ട പാല്, ബ്രെഡ്, എഗ്സ് എല്ലാം ഇവരിവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു, പക്ഷേ അതിങ്ങനെ എല്ലാ ദിവസവും താഴത്തോട്ട് ഇറക്കി കൊണ്ടുവരാനുള്ളത് കൺവീനിയൻ്റ് അല്ല. സോ എല്ലാ സാധനങ്ങളും ഇവർ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട്, അതിൽ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് യൂസ് ചെയ്യാം. സോ നമ്മുടെ കോഫി മെഷീനാണിത്. കോഫി മെഷീനിൽ നമ്മൾ എക്സ്പ്രസ് ഉണ്ടാക്കി. അടുത്ത് തന്നെ ഒരു ബ്രെഡ് ടോസ്റ്റർ ഉണ്ട്. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. അപ്പോൾ ജാമും ചീസും പിന്നെ അതിന് വേണ്ട മീറ്റുള്ള അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കോഫിയായി വന്നു. വ്യൂ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തോട്ടിരിക്കുക. സൺറൈസാണ്. സൂര്യൻ ഇങ്ങനെ പുറത്തോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റു. ബിക്കോസ് കുറച്ച് കഴിഞ്ഞാൽ ഈ വഴികളെല്ലാം ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. സോ നമ്മൾ രാവിലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരാരും എണീറ്റിട്ടില്ല. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഈ ബ്ലൂ ഡോംസ് അല്ല യഥാർത്ഥ ബ്ലൂ ഡോം. നമ്മളിപ്പോൾ ബ്ലൂ ഡോംസിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ 2 സൈഡിലും നമുക്ക് ഷോപ്സ് കാണാം. ബട്ട് ഈ ഷോപ്സ് ഒന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. സിൻസ് ഇതിപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ആരുമില്ല ഈ വഴിയിലൊന്നും. ഇങ്ങനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓൾവേസ് ഇത് ക്രൗഡഡ് ആയിരിക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സീസൺ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ബ്ലൂ ഡോംസിലോട്ടാണ്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ നടന്നു പോകും.
ചെറിയ ചെറിയ സ്ട്രീറ്റ്സാണ് ഇവിടെ. ഇപ്പം നമ്മൾ വന്നതാണ് മെയിൻ സ്ട്രീറ്റ്. അതിൽ നിന്ന് ഇങ്ങനെ വ്യൂ അനുസരിച്ച് നമുക്കിങ്ങനെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാൽഡേറയാണ് കാണുന്നത്. ഈ കാൽഡേറ എന്ന് പറയുന്നത് പണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ വന്നിട്ട് ഈ സീ ലാൻഡിലോട്ട് വന്നു. അങ്ങനെയാണ് ഇതൊരു ക്രസൻറ്റ് ഷേപ്പായിട്ട് സീ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇയ ആൻഡ് ഫിറ ഈ ടൗൺസ് എല്ലാം ക്ലിഫിൻ്റെ മുകളിലാണ്. സോ നമുക്ക് ഇവിടെ ആക്ച്വലി ബീച്ചസ് ഇല്ല. ബീച്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രൂസിൽ പോയിട്ട് വേണം പോവാൻ കാണാൻ. സോ ഇതാണ് നമ്മുടെ ഐക്കോണിക് ഇൻസ്റ്റാഗ്രാമബിൾ സ്പോട്ടായിട്ടുള്ള ബ്ലൂ ഡോംസ്. ഇവിടെയാണ് എല്ലാ സെലിബ്രിറ്റീസും ആൾക്കാരും വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യൂ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റി. ഇതിപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ്. എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട്, പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, ബേബി റിവീൽ എല്ലാം. ഇപ്പം നമ്മൾ നടന്ന് ഓൾഡ് ഫോർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. വിൻഡ് മില്ലാണ് കാണുന്നത്. സോ സൺസെറ്റിന് എല്ലാവരും ഇവിടെ വന്നിട്ടാണ് വ്യൂ ആസ്വദിക്കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ മാർബിൾ പതിച്ച സ്ട്രീറ്റുകൾ. നോക്ക് എന്തൊരു ക്ലീനാണെന്ന് നോക്കൂ. ഒരു തരിമ്പ് പോലും കച്ചറയില്ല ഇവിടെ ആരും. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നമുക്ക് സുവനിയർ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കത്തീഡ്രലിലെത്തി. ഇവിടെ രണ്ട് സൈഡിലും ബെഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യാം. സമയം ഒരു 10-10:30 ആയിട്ടുള്ളൂ. ബട്ട് ഭയങ്കര വെയിലാണ്. നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലായിരിക്കും. അപ്പോൾ തൊപ്പി, സൺഗ്ലാസസ് ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരിക സാന്റോറിനി വിസിറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ ലഞ്ച് ബുക്ക് ചെയ്തിരിക്കുന്നത് കർമ്മ എന്ന റെസ്റ്റോറൻ്റാണ്. നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. ഇത് പീറ്റ ബ്രെഡ് ആൻഡ് 3 ഡിഫറെൻറ്റ് സ്പ്രെഡ്സ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടർ. ഇത് മെയിൻ കോഴ്സാണ്. ഒരു മട്ടൻ ആണ് ഇത്, വിത്ത് സൂസോ കട്ടോഫൽ പ്യൂരി. ഇത് പറഞ്ഞാൽ മധുരക്കിഴങ്ങിൻ്റെ പ്യൂരിയാണ് അതിൻ്റെ താഴെ ഉള്ളത്. ഇത് നല്ലതായിരുന്നു. ഇത് 5 മണിക്കൂറൊക്കെ വേവിച്ചുള്ള മട്ടനാണ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബിയറും പിന്നെ ഒരു സീ ഫുഡിൻ്റെ എന്തോ ഐറ്റം, ബട്ട് ഇറ്റ് വാസ് എ ഫ്ലോപ്പ്. പിന്നെ ഇതൊരു സൂപ്പ് പോലെ. പിന്നെ ഇതൊരു സീ ഫുഡ് പാസ്തയാണ്, നമുക്ക് ഇഷ്ടാവില്ല. ഇത് റൈസും മീറ്റും ആയിട്ടുള്ളൊരു ഡിഷും. പിന്നെ കാണുന്നത് മൊസാക്കയാണ്. അത് ഗ്രീക്ക് ഡിഷാണ്. മീറ്റും പൊട്ടറ്റോവും പിന്നെ നമ്മുടെ ബ്രിഞ്ചാൾ. അവരുടെ ദേശീയ ഭക്ഷണം എനിക്ക് തോന്നുന്നത് ബ്രിഞ്ചാളായിരുന്നു തോന്നുന്നു. കാരണം ഇപ്പം കണ്ട ഡിപ്പിലും ഒക്കെ ബ്രിഞ്ചാളാണ്. ആൻഡ് ദേ ഹാവ് ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് ബ്രിഞ്ചാൾ ഡിഷസ്. എല്ലാം നമ്മൾ എല്ലാവരും പൊതുവെ വേണ്ട പറയുന്നതാണ്. അങ്ങനെ നമ്മൾ സൺസെറ്റ് കാണാൻ ആ ഫോർട്ടിൻ്റെ സൈഡിലോട്ട് വന്നു. നോക്കൂ, ഇപ്പോൾ എല്ലാവരും ഇവിടെ ആണ്. എല്ലാ ടൂറിസ്റ്റും ഇവിടെ വന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ മുതലേ വെയിറ്റ് ചെയ്യും സ്പോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസെറ്റ് കാണാനുള്ള ക്യൂ. എല്ലാ സ്ഥലത്തും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ഐക്കോണിക് പോസ്റ്റ് കാർഡ് ഫോട്ടോ ആണ് ഈ സംഭവം. ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇത് നൈറ്റ് വ്യൂ ആണ് നമ്മുടെ കേവ് ഹൗസിൽ നിന്നുള്ള. അപ്പാർട്ട്മെൻ്റ് അല്ല, കേവ് ഹൗസ്. എല്ലാം ഇലുമിനേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. പ്ലസ് നമുക്ക് എല്ലാവർക്കും മിക്ക കേവ് ഹൗസസിനും ജക്കൂസീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നുള്ള ആ ലൈറ്റാണ് ആ ബ്ലൂ നിറത്തിൽ നിങ്ങൾക്ക് കാണുന്നത്. ഇതൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും കാണേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പിള്ളേർ ജക്കൂസിയിൽ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോവാണ്. പിന്നെ രാവിലെ ആയി. നമ്മൾ എണീറ്റ് വന്നപ്പോഴേക്കും 8:30-9 മണിയായി. അപ്പോൾ ഓൾറെഡി സൂര്യൻ ഉദിച്ച് ഉച്ചയിലായി.
നല്ല വെയിലാണ്. സൺഗ്ലാസസും ഹാറ്റും ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. പിന്നെ ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനൊക്കെ കുറച്ച് പാടാണ്. ഇവിടെ ഞങ്ങൾ സ്ട്രോളർ കൊണ്ടുവന്നില്ല ബേബിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് സ്റ്റെപ്സൊക്കെ ആയത് കാരണം അത് യൂസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവരാണ്ടിരുന്നത്. സോ ബേബിയെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് നടക്കാൻ. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് ലക്ഷ്യം ഒരു അമാൽഫി ബേ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന എല്ലാം ക്ലിഫിൻ്റെ മുകളിലാണ്. അമാൽഫി ബേ വന്നിട്ട് താഴത്തോട്ട് ഇറങ്ങണം. 220 സ്റ്റെപ്സാണ് നമുക്ക് ആ കാണുന്ന അമാൽഫി ബേയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ടത്. ഞാൻ വിചാരിച്ചു ഇറങ്ങുമ്പോൾ നല്ല ഈസി ആയിരിക്കും, പക്ഷെ ഇത് സ്റ്റീപ്പായിട്ടാണ്. അപ്പോൾ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബേബി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മുകളിലോട്ടുള്ള വ്യൂ. എല്ലാം വൈറ്റ് കേവ് ഹൗസസ്, എല്ലാം ഇത് ഹോട്ടൽസാണ്. ഇവിടെ ആരും തദ്ദേശീയർ താമസമില്ല. ബിക്കോസ് ഈ ടൗണെല്ലാം ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ ടൂറിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ബേയിലോട്ട് ഇറങ്ങി അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എടുക്കുന്ന വ്യൂ ആണിത്. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വർഷമെങ്കിലും ഇവിടെ വന്നത് എന്തായാലും നന്നായി. അതല്ലെങ്കിൽ ഇനിയും വയസ്സായി ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്തി ഫൈനലി. ഇതാണ് അമാൽഫി ബേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ബോട്ട്സ് വന്നെടുക്കും. അപ്പോൾ ആൾക്കാർ അതിൽ നിന്ന് ഇറങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഡിഷ് എന്ന് പറയുന്നത് ഒക്ടോപ്പസ് ആണ്. അപ്പോൾ ഇവർ പറയുന്നത് അവരുടെ കലമാരി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒക്ടോപ്പസ് ഡിഷ് ട്രൈ ചെയ്തു. ഏകദേശം സ്ക്വിഡിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്നിട്ടുള്ള വ്യൂ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സെറീൻ അറ്റ്മോസ്ഫിയർ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. ആക്ച്വലി നമുക്കൊരു ക്രൂസ് എടുത്തിട്ട് ഒരു 5 to 6 hours പോകാനൊന്നുണ്ടായിരുന്നു. ബട്ട് ബേബി 5 to 6 hours അതിലിരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കാരണം ഞങ്ങളത് ക്യാൻസൽ ചെയ്തു. അത് ചൂസ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് അമാൽഫി ബേ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് അമാൽഫി ബേന്ന്. ഇപ്പോൾ നമ്മൾ ഫിലോൺ എന്ന് പറഞ്ഞൊരു ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹൈ റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് അല്ല, നമ്മൾ ബേക്കറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡിഷാണ്, അതായത് സ്വീറ്റ് ഡിഷാണ് ബക്ലാവ. അപ്പോൾ ഫിലോൺ ബക്ലാവയുണ്ട്, നോർമൽ ബക്ലാവ, പിന്നെ റൊസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനമൺ ഫ്ലേവേർഡ് ചോക്ലേറ്റ് ഫില്ലിംഗ് ഉള്ള ഒരു സംഭവം. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ ഒരു വാനിലയുടെ ബണ്ണും. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ വ്യൂവും ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന് നമ്മൾ 2 സൈഡിലും ഇതുപോലെ സുവറീൻ ഷോപ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. കുറേ പേരൊക്കെ മേടിക്കും. ചിലവർ വെറുതെ വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് പോവും. എല്ലാത്തിനും ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നല്ല പ്രൈസിയാണ്. അങ്ങനെ ഇതിൻ്റെ സൈഡിൽ തന്നെ കേവ് ഹൗസസ് ഷോപ്സായി മാറ്റിയ സ്ഥലങ്ങളുമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ കേവ് ഹൗസസ് ആണ്. പണ്ട് കാലത്ത് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഷോപ്സും ഇതുപോലെ ഹോട്ടൽസൊക്കെ മാറ്റി. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ സീസൺ അല്ല. സീസൺ ആയി കഴിഞ്ഞാൽ ആൾക്കാരെ മുട്ടി തട്ടിയിട്ട് ഇപ്പം നമുക്ക് നടക്കാൻ പറ്റില്ല. ഇതൊരു പപ്പറ്റ് ഷോപ്സാണ്. പാവക്കളി ഒക്കെ വേണ്ടിയിട്ടുള്ള പപ്പറ്റ്സ് വിൽക്കുന്ന കട. അങ്ങനെ നമ്മളും ഒരു കുട്ടി ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ കുറച്ച് ബ്രേസ്ലെറ്റ്സ് മേടിച്ചു. ഇവിളായി എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർ പറയുന്നത് ഇവരുടെ എല്ലാ ഐറ്റംസിലും, ബാഗ്സ് ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, എനി ഓർണമെൻറ്റ് എല്ലാത്തിലും ഒരു ഇവിളായി പോലെ ഉണ്ടാവും. അത് ഇവർ പറയുന്നത് ഗ്രീക്ക് ഐ എന്നാണ്. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോൾ ഇവിടെ
സിറ്റി സെൻറ്ററാണ് ആക്ച്വലി. ഈ കാണുന്ന ബസ് എന്ന് പറയുന്നത് ഫിറ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങിയ ബസ്സാണ്. അപ്പോൾ ബസ് കണക്ഷൻസ് ഉണ്ട് ഇയ ടു ഫിറ. പക്ഷെ നമ്മൾ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് കാരണം നമ്മൾ ടാക്സി എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ വേറൊരു ടാക്സി എടുത്ത് ഫിറയിലോട്ട് പോവുക. ഇതാണ് ഫിറയിൽ നിന്നുള്ള വ്യൂ. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ യൂറോപ്പിലോട്ട് എപ്പോൾ ട്രിപ്പിന് വരുമ്പോഴും നടക്കാൻ റെഡി ആയിരിക്കണം. ഈ കാലുവേദന മുട്ടുവേദന എല്ലാം ആരും ഇതൊന്നും ഇറങ്ങി പുറപ്പെടരുത്, ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിന്നർ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു സൺസെറ്റ് വ്യൂ ആണ് ഈ സ്ഥലം. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രീറ്റ് വ്യൂ. നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് ഈ സൈഡിലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു സൺസെറ്റ് എൻജോയ് ചെയ്യാനുള്ള ഒരു ടേബിൾ കിട്ടിയില്ല. അവർ നമുക്ക് ഉള്ളിലോട്ടാണ് ഒരു ടേബിൾ തന്നത്. ബിക്കോസ് 2-3 മന്ത്സ് മുന്നേ തന്നെ എല്ലാ ബുക്കിങ്ങും കഴിയും ഈ സൺസെറ്റ് വ്യൂ ഉള്ള ടേബിൾസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കഫേയിൽ പോയി. അപ്പോൾ ഭാഗ്യത്തിന് അവിടെ ഒരു പ്ലേസ് കിട്ടി. ഇതാണ് ഫിറയുടെ വ്യൂ. ഈ 2 ടൗണും ക്ലിഫിൻ്റെ മുകളിലാണ്. അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമ്മുടെ ബാക്ക് ടു ദ കഫേ. ഈ കഫേയിൽ ആണ് നമ്മൾ റീസസ് എന്ന് പറഞ്ഞാണ് പേര്. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തതിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സ്പോട്ട് കിട്ടിയില്ല, നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ട്. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ബട്ട് അത് കാരണം നമ്മൾ ഇറങ്ങിപ്പോന്നു. കാരണം നമ്മൾ ബുക്ക് ചെയ്തത് തന്നെ ഇവിടെ ഇരുന്ന് സൺസെറ്റ് എൻജോയ് ചെയ്യാനായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് കഫേയിൽ പോയി. അവിടെ കുറച്ച് ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു, കുറച്ച് ഐസ്ക്രീംസൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ വേറെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ സൺസെറ്റ് ആവാറായി. ഇതാണ് സൺസെറ്റ് വ്യൂ. സാന്റോറിനി ഈ സൺസെറ്റ് വ്യൂവിനാണ് വളരെ ഫേമസ്. ആൻഡ് ഓഫ് കോഴ്സ് ഈ വൈറ്റ് ഹൗസസ് ഫോർ ദ ബ്ലൂ ഡോംസ്, അതിനെല്ലാം പേര് കേട്ട ഒരു സ്ഥലമാണ് സാന്റോറിനി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു നമ്മുടെ ആ സൺസെറ്റ് എക്സ്പീരിയൻസ്. അവിടെ ഒരു ക്രൂസ് ഷിപ്പാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ സൺസെറ്റ് ക്രൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം ക്രൂസിൽ കയറി അവിടെ അവർക്ക് സൺസെറ്റ് എൻജോയ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാവും. അവിടെ തന്നെ നമുക്ക് ഫുഡും ഡ്രിങ്ക്സും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സാന്റോറിനി വിശേഷം. ബൈ.